യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നമുക്ക് അന്വേഷിക്കാം. ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലൊന്നുമില്ല. ബിസിനസ് ചെയ്യുമ്പോ ചില ഇടപാടുകളിൽ സംശയം ഉണ്ടാവും. ആ സ്വർണം എവിടുന്നാണെന്ന് പറയുമ്പോ അവരിങ്ങ് വിടും. കുര്യൻ സാറേ, പവിത്രനെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് തനിക്കറിയാമോ? ഇപ്പോ EDയുടെ കസ്റ്റഡിയിലാണ്. കൊച്ചിയിലെ അവരുടെ ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷേ അത് ശരിയായ ഇൻഫർമേഷൻ ആകണമെന്നില്ല. ചിലപ്പോ ചെന്നൈയിലോട്ടായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. അമ്മേ, ആ പെണ്ണുമ്പിള്ള എന്താ ഒരുമാതിരി വട്ട് പിടിച്ച പോലെ? എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നതും പെരുമാറുന്നതും? ഞാനൊരുമാതിരി പവിത്ര സാറിനെ പിടിച്ചു കൊടുത്ത മാതിരിയാ അവരുടെ സംസാരം. തെറ്റ് ചെയ്തത് അവരുടെ ഭർത്താവല്ലേ? ഞാൻ പറഞ്ഞതാ, വാണിംഗ് കൊടുത്തതാ. ഈ സ്വർണ്ണ ബിസ്ക്കറ്റും ഡയമണ്ടും ഒക്കെ വെച്ചുള്ള കളി അപകടമാണെന്ന്. എന്നിട്ട് അത് കേൾക്കാതെ സുമംഗല മാഡത്തെ കുരുക്കണമെന്നും അറസ്റ്റ് ചെയ്യിപ്പിച്ച് ആജീവനാന്തം ജയിലിടണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞതാ. എന്നെ അതിന് പവിത്ര സാർ തല്ലി. അത് ഏത് സാറിന് അറിയോ? കാര്യമൊക്കെ ശരിയാ. സുമംഗല മാഡത്തിനെതിരെ അയാൾ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. അയാൾ കുഴിച്ച കുഴിയില് അയാൾ തന്നെ വീണു. അതിന് ഞാൻ എന്ത് പിഴച്ചു? എന്നാലും സ്വന്തം ചോരയാ പെങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചിയെ തന്നെ അകത്താക്കാൻ നോക്കിയവനാ ആ ചതിയൻ. അവന് ദൈവം കൊടുത്ത ശിക്ഷയാ. കുര്യൻ വിഷമിക്കണ്ട. നിങ്ങൾ അതിനൊന്നും കൂട്ടു നിൽക്കുന്ന ആളല്ലെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞേക്കാം. സത്യം മറിച്ചാണെങ്കിലും വെറും ക്ലർക്കായിരുന്ന കുര്യൻ പാമ്പാടി കുര്യനായി വളർന്നതും ജനറൽ മാനേജർ ആയതുമൊക്കെ പവിത്രൻ സഹായിച്ചിട്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇനി കുര്യൻ സാറ് പവിത്രനോടൊപ്പം നിന്നാൽ പണി പാളും. ഈ സ്വർണ്ണ ഇടപാടുകളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇല്ല, ഒരിടപാടുമില്ല. ഞാൻ പറഞ്ഞില്ലേ, സുമംഗല മാഡത്തെ വിട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് നന്ദി കെട്ടവനല്ല ഞാൻ. എനിക്കറിയാം കുര്യച്ച. ഇനി നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഏതായാലും കമ്പനി മുന്നോട്ട് പോയല്ലേ പറ്റൂ. പവിത്രന് ഉടനെയെങ്ങും പുറത്തു വരില്ല. ജനറൽ മാനേജരായിട്ട് ഇരുന്നാൽ മതിയോ എന്നും തൽക്കാലം MDയുടെ ചുമതല കൂടി ഒന്ന് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ? ഏറ്റെടുക്കാം. ഞാനൊന്ന് ഏട്ടത്തിയോട് സംസാരിക്കട്ടെ. ഓ ശരി സാർ. ചെല്ല്. എന്നെ VGCയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് പുറത്തു തള്ളിയത് പവിത്രന്റെ ബുദ്ധിയാ. തിരിച്ചു കയറുന്നതും അവന്റെ ആദിബുദ്ധി കൊണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമുക്കത് കാണാം. എനിക്ക് കാണണം അമ്മേ. എന്റെ പവിയണ്ണൻ കാരണം അമ്മേ എന്തായി കാണിക്കുന്നേ? ഏട്ടത്തി എന്ത് തെറ്റ ചെയ്തേ? അവരോട് നിർത്താൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്നിട്ട് അവൻ ചെയ്തതോ? ഏട്ടത്തെ കൊടുക്കാനല്ലേ അവൻ നിന്നെ കൊണ്ട് സ്വർണ്ണ ഇവിടെ ഒളിപ്പിച്ചു വെച്ചത്. അത് ചെയ്തത് അമ്മയാണെന്ന് ഗീതാനി അങ്ങ് ഉറപ്പിച്ചോ? അത് പോട്ടെ, ഇവിടെ ഓർമ്മിച്ചെന്ന് പറഞ്ഞ സ്വർണം എന്റെ അച്ഛന്റെ കാറിലെത്തി. ആരാ അത് കൊണ്ടുപോയി ഡിക്കിയിൽ വെച്ചത്? ഈ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ. അല്ലാതെ ഇവിടെ ഇരുന്ന് സ്വർണം നടന്നുപോയി ഡിക്കി കയറി ഇരിക്കില്ലല്ലോ. അമ്മേ, അതുകൊണ്ട് വെച്ചത് ദർശനിയാ.
വിട്. അവളെവിടെ? എന്താ അവളെന്നെ വേഗം വരാത്തത്? ഗിരിജേ, ദർശനയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് സുമംഗല ചേച്ചിയാ. എനിക്കിപ്പോ കാണണം. എനിക്ക് ചോദിക്കണം. എന്നെ വിട്. മിണ്ടാതിരിക്ക്. ഒന്ന് അടങ്ങ്. ദൈവം കൊടുത്ത ശിക്ഷയാ. മൂത്ത മോനായി കണ്ട് ഏട്ടത്തി വളർത്തിക്കൊണ്ടു വന്നതാ പവിത്രനെ. സ്വന്തം ചേച്ചിയോട് അവൻ ഇങ്ങനെ പെരുമാറിയതില് നിനക്കൊരു തെറ്റും തോന്നുന്നില്ലേ? അമ്മേ, പവിയേട്ടനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടല്ലേ ജൂബേഷിനെ കമ്പനിയുടെ ചെയർമാനാക്കി ആ ദർശനെ കൊണ്ട് കമ്പനി ഏറ്റെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോ പവിയേട്ടൻ കണ്ടു നിൽക്കണോ? ചോര നീരാക്കി എന്റെ പവിയേട്ടൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയ കമ്പനി അത് കണ്ടവള് കയറി നിരങ്ങി നശിപ്പിക്കാൻ പവിയേട്ടൻ കൂട്ടു നിൽക്കണോ? മിണ്ടാതിരി അമ്മേ. ഓ, ചോര നീരാക്കി പോലും പവിത്രൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ ഏട്ടന്റെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്തതാ. പഴയ തൊഴിലാളികൾ ഇപ്പോഴും അവിടെയുണ്ട്, ടിൻ ഫാക്ടറിയിലും പാക്കിംഗ് യൂണിറ്റിലും. അവരോടൊന്ന് ചോദിച്ചു നോക്ക്. കറങ്ങുന്ന കസേരയിലിരുന്ന് മലർന്ന് കിടന്നിട്ടല്ല ഏട്ടനത് ഉണ്ടാക്കിയത്. ഓലമേഞ്ഞ പഴയ ഷെഡിന്റെ ഫോട്ടോ കമ്പനിയിൽ ഇപ്പോഴും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഷീറ്റായി ഇന്ന് കാണുന്ന കോൺക്രീറ്റ് കെട്ടിടം. അതിന്റെ പണി നടന്നപ്പോഴും കസരയിട്ട് മാറിയിരുന്നിട്ടില്ല. അതിന്റെ ഓരോ ഇഷ്ടികയിലും എന്റെ ഏട്ടന്റെ വിയർപ്പ് വീണ് കുതിർന്നിട്ടുണ്ട്. കമ്പനിയാക്കിയപ്പോഴും ഏട്ടനുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കമ്പനിയുടെ ഗതി പടവലങ്ങ പോലെ കീഴോട്ടായിരുന്നു. തൊഴിലാളികൾക്ക് ബോണസോ ഷെയറോ കൊടുക്കാൻ നിന്റെ പവിയേട്ടന് കഴിഞ്ഞിട്ടുണ്ടോ? MD പോലും അവിടെ കമ്പനിയുടെ മറവിൽ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും നടത്തിയവനാ നീ പറഞ്ഞ പുണ്യാളൻ. പിന്നെ ഇവിടെ സ്വർണം കൊണ്ടുവച്ചിട്ട് ഏട്ടത്തിയെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ നോക്കിയപ്പോ ദൈവം നേരിട്ടിറങ്ങി വന്ന് അത് എടുത്തുകൊണ്ടുവന്ന് അവന്റെ കാറിൽ തന്നെ വെച്ചു. അത്രയ്ക്ക് സഹിച്ചതാ എന്റെ ഏട്ടത്തി. ഇവള് ചോദിച്ചില്ലേ സ്വർണം നടന്നിറങ്ങിപ്പോയോന്ന്? മോളെ, നടന്നല്ല, ഇറങ്ങി ഓടിയതായിരിക്കും. അത്രയ്ക്ക് ക്രൂരതയല്ലേ അവൻ ചെയ്തത്. പിന്നെ കൂടുതൽ ഷോ കാണിച്ചാലുണ്ടല്ലോ എടുത്ത് നിലത്ത് കുത്തു ഞാൻ. വേണ്ട. നിനക്ക് ദർശനെ കാണണോ? അവളും നിന്നെ പോലെ പേടിച്ച് മന്ത്രവാദിയെ കാണാനൊന്നും പോയിട്ടില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ട്. എടി, അവളുടെ രോമത്തിൽ നീ തൊടില്ല. ഞാൻ അവളെ രക്ഷിക്കും. അല്ലെങ്കിലും ആരുടെയും രക്ഷ അവൾക്ക് ആവശ്യമില്ല. നേരെ ചെന്നൊന്ന് മുട്ടി നോക്ക്. എടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കും അവള്. അമ്മയും വീണയും പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എനിക്കിപ്പോ സംശയം ഏതെങ്കിലും ദർശനയും ചേർന്ന സ്വർണ്ണ അച്ഛന്റെ കാറിൽ കൊണ്ടുവച്ചേന്ന. അവളെ പറഞ്ഞതിന് അങ്കിള് നിന്ന് ചൊറിയേണ്ട കാര്യമില്ല. കാര്യമൊക്കെ ശരിയാ. നിങ്ങളുടെ കൂടെ പല കൊള്ളരുതാമയ്ക്ക് ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അങ്കിളിനോട് കഴിച്ചോണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടേ നീ വളർന്നിട്ടില്ല. നിന്റെ അമ്മ പറഞ്ഞോട്ടെ, ഞാൻ മിണ്ടില്ല. പക്ഷെ നീ പറഞ്ഞാലേ പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? നീ ഒന്ന് പറഞ്ഞു നോക്ക്. മര്യാദക്ക് ഇറങ്ങി വരുന്നുണ്ടോ? വന്നില്ലെങ്കിൽ നിങ്ങളുടെ പുതിയ മരുമോളില്ലേ, അവളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ. ഡോർ തുറക്കത്തല്ലേ? അമ്മ വേണ്ട. പറഞ്ഞത് നടക്ക്.